അനീഷ് ഇന്ന് രാവിലെ തന്നെ ഗാർഡൻ ഏരിയയിൽ ഇരുന്നുകൊണ്ട് ബിഗ് ബോസിനോട് കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. കാരണം അനീഷിന്റെ സങ്കടങ്ങൾ ഒരുമാതിരി കരഞ്ഞു പറയുന്ന കണക്കാണ് അനീഷ് പറയുന്നത്. അതില് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് പുതിയ ക്യാപ്റ്റന്മാരുടെ പുതിയ പണി. അതായത് അനീഷിന് സ്റ്റോർ റൂമിൽ പോയിട്ട് മെഡിസിൻ പോലും എടുത്ത് ആർക്കും കൊടുക്കാനുള്ള ഒരു അനുവാദമില്ല എന്നുള്ള തരത്തിൽ, അതായത് അനീഷിനെ ഇന്ന് ആ ഒരു തരത്തിൽ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പുള്ളി തന്നെ പറയുന്നു. കഴിഞ്ഞ വീക്ക് സാബമാൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അതിന് വലിയ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ ക്യാപ്റ്റന്മാർ 3 പേര് വന്നപ്പോഴത്തേക്കും മെഡിസിൻ എടുത്ത് കൊടുക്കുന്നത് പോലും തടയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് അനീഷ് ബിഗ് ബോസിനോട് പറയുന്നു. ആകപ്പാട വല്ലാത്തൊരു ഇതിലാണ് അനീഷ് പറയുന്നത്. അതായത് സങ്കടപ്പെട്ടുകൊണ്ടാണ് അനീഷ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ പഴയതുപോലെ അങ്ങനെ പോവാറില്ല, അലാറം അടിച്ചാലും ഞാൻ അങ്ങനെ പോവാറില്ല. പക്ഷെ പോകുമ്പോൾ പോലും എന്നെ അവർ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് സങ്കടമായിട്ടുണ്ട് എന്ന തരത്തിൽ ബിഗ് ബോസിനോട് അങ്ങ് പറയുവാണ് അനീഷ് അവിടെ ആ ഒരു ഊഞ്ഞാലിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാവിലെ അനീഷ് അത്ര ഹാപ്പി മോഡിലല്ല. രാവിലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ അനീഷ് ആകപ്പാട സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയും. കാരണം പുള്ളി സന്തോഷം കണ്ടെത്തുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് പുള്ളി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് കണ്ടിട്ട് അക്ബർ നേരെ കിച്ചൺ ഏരിയയിൽ വന്നിട്ട് ഷാനവാസിനോട് സംസാരിക്കുക. ഇയാൾ എന്താണ് അവിടെ കാണിക്കുന്നത്, ഇയാൾ എന്താണ് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നത്, അതാണ് ഇതാണ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അക്ബർ ഷാനവാസിനോട് സംസാരിക്കും. അപ്പോൾ ഷാനവാസ് തിരിച്ചു പറയുന്നു, അയാൾ എന്താണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല, നീ ഭ്രാന്താണോ, നീ വട്ടാണോ, നീ ഈ പറയുന്ന തരത്തിൽ ഡ്രാമയാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഞാൻ തന്നെ അയാളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള തരത്തിൽ എന്നാണ് ഷാനവാസ് പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അനീഷിന് നല്ല രീതിക്ക് രാവിലത്തെ ഇഷ്യൂ ഹർട്ടായിട്ടുണ്ട്. ഒറ്റയ്ക്ക് എന്തായാലും ഗാർഡൻ ഏരിയയിൽ ഇരിക്കുവാണ്, ഓരോ കാര്യങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ട്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.